ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് ഒന്നാമത്തെ പാഠത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം നമ്മൾ കാണാൻ പോവുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചത് നിത്യജീവൻ പ്രാപിക്കുവാൻ, വിശുദ്ധരാകുവാൻ ദൈവം നൽകിയ കൽപ്പനകളെക്കുറിച്ചാണ്. 10 കൽപ്പനകളെക്കുറിച്ച് ഞാൻ സൂചിപ്പിച്ചിരുന്നല്ലോ. ഇന്ന് നമുക്ക് ആ കൽപ്പനകളുടെ പ്രാധാന്യത്തെക്കുറിച്ച്, ആ പ്രമാണങ്ങളുടെ അർത്ഥങ്ങൾ എങ്ങനെ വ്യാഖ്യാനിക്കണം, പ്രമാണങ്ങളുടെ പൂർത്തീകരണം, ഈ പ്രമാണങ്ങൾ നമ്മുടെ അനുദിന ജീവിതത്തിൽ എങ്ങനെ പ്രാവർത്തികമാക്കാം എന്നൊക്കെ പറഞ്ഞു തരാം. വിത്ത് വിതയ്ക്കുന്നത് പോലെയാണ് നമ്മളിലുള്ള അറിവുകൾ. കൽപ്പനകളെക്കുറിച്ചുള്ള അറിവ് നല്ല രീതിയിൽ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ കൽപ്പനകളോട്, പ്രമാണങ്ങളോട് നമുക്ക് സ്നേഹം തോന്നുകയുള്ളൂ. അറിയണം, സ്നേഹിക്കണം, മൂന്നാമത് പ്രവർത്തിക്കണം. വിത്ത് മരമായിട്ട് മാറി ആ മരത്തിൽ നിന്നുണ്ടാകുന്ന ഫലം ഒത്തിരി പേർക്ക് പ്രയോജനം ചെയ്യുന്നത് പോലെ നമ്മുടെ ചിന്തകൾ നമ്മുടെ വാക്കായിട്ട് മാറുന്നു, വാക്ക് പ്രവൃത്തിയിലേക്ക് നയിക്കുന്നു. ദൈവത്തിൻ്റെ കൽപ്പനകൾ ദൈവമക്കളെന്ന നിലയിൽ പ്രാധാന്യത്തോടെ നമ്മൾ കാണണം. ദൈവസ്നേഹവും സഹോദര സ്നേഹവുമാണ് ദൈവ കൽപ്പനകളുടെ അടിസ്ഥാനം. ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹം, സഹോദരരോടുള്ള നമ്മുടെ സ്നേഹം, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. കൗമാരപ്രായത്തിലുള്ള നമുക്ക് ദൈവത്തോടുള്ള സ്നേഹം ഇപ്പോഴെങ്ങനെയാണ്? ആദ്യ കുർബാന സ്വീകരിച്ചപ്പോൾ, ആദ്യമായിട്ട് ഈശോയെ നാവിൽ സ്വീകരിച്ചപ്പോൾ നമുക്ക് എന്തൊരു ഇഷ്ടമായിരുന്നു, എന്തൊരു ആകാംക്ഷയോടെ, ആഗ്രഹത്തോടെയാണ് നമ്മൾ ആദ്യ കുർബാന സ്വീകരിച്ചത്. ഇപ്പോഴേ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ, വിശുദ്ധ ബലിയിൽ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ ഈ ആഗ്രഹം നമ്മളിലുണ്ടോ? ദൈവത്തോടുള്ള സ്നേഹം എപ്രകാരമാണ്? നമുക്ക് ചിന്തിക്കാം. 2, സഹോദരരോടുള്ള സ്നേഹം ഞാൻ ഉപദ്രവിക്കാറുണ്ടോ? നാവ് കൊണ്ട്, പ്രവർത്തനം കൊണ്ട്. അപ്പോൾ സഹോദരരോടുള്ള സ്നേഹം എപ്രകാരമായിരിക്കണം എന്ന് നമ്മൾ ചിന്തിക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ കൽപ്പനകളെ നമ്മൾ കാണേണ്ടത് വളരെ പ്രാധാന്യത്തോടെ. ദൈവത്തെ സ്നേഹിക്കാൻ, സഹോദരരെ സ്നേഹിക്കുവാൻ നമുക്ക് കടമയുണ്ട്. ദൈവത്തെ അറിഞ്ഞ് സ്നേഹിച്ച് നീതിയോടെ സമൂഹത്തിൽ ജീവിക്കുവാൻ വേണ്ടി നൽകിയിരിക്കുന്നതാണ് ദൈവകൽപ്പനകൾ. നീതിയോടെ നമ്മളുടെ പൊതുസമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ എല്ലാവർക്കും മാതൃകയാവണം. ഒരു കുട്ടി വഴിയിലൂടെ നടന്നു പോകുമ്പോൾ നോക്കിക്ക്, ആ കൊച്ചിനെ എത്ര മിടുക്കനാണ്, എത്ര മിടുക്കിയാണ് എന്ന് പറയുന്ന രീതിയിലായിരിക്കണം നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും. വിശുദ്ധരായിട്ട് മാറിയവരൊക്കെ അങ്ങനെയാണ്. മറ്റുള്ളവരെ പ്രചോദിപ്പിക്കുന്ന, മറ്റുള്ളവരെ ഈശോയെക്കുറിച്ച് കൂടുതൽ പറഞ്ഞു കൊടുക്കുവാൻ അവരുടെ ജീവിതം തന്നെ ക്രമപ്പെടുത്തിയവരാണ്. ഡൊമിനിക് സാവിയോയും, മരിയ ഗുരേത്തി പുണ്യവതിയും, വിശുദ്ധ മദർ തെരേസയും, വിശുദ്ധ അൽഫോൻസാമയും എല്ലാം. അതുകൊണ്ട് പ്രാധാന്യത്തോടെ ദൈവത്തിൻ്റെ പ്രമാണങ്ങളെ നമുക്ക് കാണാം. 2, പ്രമാണങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കുവാൻ ആരംഭിക്കുമ്പോൾ അതിൻ്റെ അർത്ഥതലങ്ങളെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതിൻ്റെ വാച്യാർത്ഥം മാത്രമല്ല നമ്മൾ എടുക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ വായിച്ചാൽ കൊല്ലരുത്, മാതാപിതാക്കളെ ബഹുമാനിക്കണം, മോഷ്ടിക്കരുത് എന്നൊക്കെ പറയുമ്പോൾ അതിനെ ഒരു വാച്യാർത്ഥത്തിൽ മാത്രമല്ല എടുക്കേണ്ടത്. ഞാനൊരു ഉദാഹരണം പറയാം. ഏതാനും നാളുകൾ മുമ്പ് ഗവൺമെൻറ് തലത്തിൽ നമ്മളോട് ആവശ്യപ്പെട്ടു, പ്ലാസ്റ്റിക്കുകൾ ഉപയോഗിക്കരുത്. അതിൻ്റെ അർത്ഥം പ്ലാസ്റ്റിക് ഉപയോഗിക്കരുത് എന്ന് മാത്രമല്ല, പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കുറയ്ക്കുകയും പ്ലാസ്റ്റിക് അല്ലാത്ത, പരിസ്ഥിതിക്ക് ദോഷം വരികയില്ലാത്ത സാധനങ്ങൾ ഉപയോഗിക്കണം എന്നും കൂടി അതിനർത്ഥമുണ്ട്. ഇതുപോലെയാണ് കൽപ്പനകൾ അരുത് എന്ന് പറഞ്ഞ് ചിലത് നിർത്തുകയല്ല. തിന്മ ചെയ്യാതിരിക്കുവാനുള്ള പ്രേരണയും അതോടൊപ്പം നന്മ ചെയ്യുവാനുള്ള ഒരു പ്രേരണയും ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മൾ വരും ദിവസങ്ങളിൽ പ്രമാണങ്ങളെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കുമ്പോൾ
സംശയമില്ലാതെ അതിൻ്റെ ആന്തരിക അർത്ഥങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകുവാൻ ശ്രമിക്കണം. പ്രമാണങ്ങളുടെ പൂർത്തീകരണം എന്ന് നിങ്ങളുടെ പുസ്തകത്തിൽ നിങ്ങൾ കാണുമ്പോൾ പഴയ നിയമത്തിൽ മോശ വഴി നൽകിയ കൽപ്പനകൾ പൂർത്തീകരിക്കുവാൻ വേണ്ടിയാണ് ഈശോ ശ്രമിച്ചത്. ഈശോ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. ഈശോ തീർച്ചയായിട്ടും പിതാവായ ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിച്ച വ്യക്തികളാണ്. നമുക്കും അങ്ങനെ ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് പൂർണ്ണമായിട്ടും നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കാം. അപ്പോൾ വളരെ സമാധാനപൂർണ്ണമായിട്ടുള്ള ജീവിതം നയിക്കുവാൻ നമുക്ക് സാധിക്കും. പ്രമാണങ്ങൾ നമ്മുടെ അനുദിന ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കുമ്പോഴാണ് നമ്മളൊക്കെ നല്ല ക്രിസ്ത്യാനികളായിട്ട് മാറുന്നത്. അനുദിന ജീവിതത്തിൽ ഈശോയെ കാണിച്ചു കൊടുക്കുവാൻ നാം ചെയ്യുന്ന എല്ലാ പ്രവർത്തനവും പ്രേക്ഷിത പ്രവർത്തനമാണ്. ചെറുഷ്പ മിഷീലിയങ്ങിലെ അംഗങ്ങളായ നിങ്ങൾക്ക് അതിൻ്റെ ലക്ഷ്യങ്ങളിൽ ഒന്നായ പ്രേക്ഷിത പ്രവർത്തനം എന്താണെന്ന് കൃത്യമായിട്ടറിയാം. അനുദിന ജീവിതത്തിൽ ഈശോയെ കാണിച്ചു കൊടുക്കുവാൻ നാം ചെയ്യുന്ന എല്ലാ പ്രവർത്തനവും. വിശുദ്ധ കൊച്ചുത്രേസ്യ പുണ്യവതി അങ്ങനെയായിരുന്നു. ക്ഷയം വന്ന് മുറിയിലിരുന്ന് പ്രാർത്ഥിക്കുന്ന വിശുദ്ധ കൊച്ചുത്രേസ്യ. അൽഫോൻസ സിസ്റ്റർ അസുഖമായിട്ട് മുറിയിലിരിക്കുമ്പോഴും കുഞ്ഞുങ്ങളെ കൊണ്ട് സുഹൃദേവൻ ചെല്ലിക്കുന്ന പ്രാർത്ഥിക്കുന്ന ഒരു സിസ്റ്ററായിരുന്നു. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, അനുദിന ജീവിതത്തിൽ ഈശോയുടെ കൽപ്പനകൾ പാലിക്കുവാൻ നമ്മുടെ മാതാപിതാക്കളോടുള്ള സ്നേഹം, ബഹുമാനം, മുതിർന്നവരോടുള്ള ബഹുമാനം, ഇതെല്ലാം നമ്മുടെ അനുദിന ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടതാണ്. അനുസരണം നമ്മുടെ ഒരു വ്രതമാവണം. പ്രത്യേകിച്ച് ഈ പ്രായത്തിൽ നമുക്ക് ചില വാശികളും ആവേശങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ ഓർക്കണം. ഈ ഭൂമിയിലെ കാണപ്പെട്ട ദൈവങ്ങളായ നമ്മുടെ അപ്പനെയും അമ്മേനെയും ഞാൻ അനുസരിക്കുന്നുണ്ടോ? നമ്മൾ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഒരു രൂപ വഴിയിൽ കിടക്കുന്നു, അതല്ലെങ്കിൽ നമ്മുടെ അല്ലാത്തൊരു സാധനം ഫോൺ വഴിയിൽ കിടക്കുന്നു, നമ്മളത് എടുത്ത് സുരക്ഷിതമായിട്ടുള്ള സ്ഥലത്തിൽ പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ പഞ്ചായത്ത് മെമ്പറിൻ്റെ കയ്യിലോ നമ്മൾ ഏൽപ്പിക്കുമ്പോൾ നമ്മൾ അവിടെ നല്ലൊരു വ്യക്തിയായിട്ട് മാറുകയാണ്. അല്ലെ, പത്ര ഓഫീസിൽ കൊടുത്തിട്ട് പത്രത്തിൽ കൊടുക്കുക, എങ്ങനെ നഷ്ടപ്പെട്ട ഒരു പേഴ്സ് കിട്ടി, ഒരു ഫോൺ കിട്ടി, തെളിവ് സഹിതം വന്നാൽ നൽകാം. ഈ ഒരു അനുദിന ജീവിതത്തിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യുവാൻ നമുക്ക് ശ്രമിക്കണം. അതിലൂടെ ഈശോയോടുള്ള സ്നേഹമാണ് നമ്മൾ പ്രകടമാക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ യൂണിറ്റിൽ നമ്മൾ പഠിച്ചത് ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിക്കണം. നിത്യജീവൻ പ്രാപിക്കുവാൻ ദൈവം പറയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുവാൻ ശ്രമിക്കണം. അനുദിന ജീവിതത്തിൽ നാം ഈശോയ്ക്ക് അനുസരണയുള്ള കുഞ്ഞായിട്ട് മാറണം. കഴിഞ്ഞ ദിവസം പഠിപ്പിച്ച പാട്ട് നിങ്ങൾ ഓർത്തിരിപ്പുണ്ടാവും. ഓട്ടം 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 ജീവിതം, ഓടി 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 തീർക്കണം. നമ്മുടെ ഈ ഓട്ടത്തിൻ്റെ ഇടയിൽ ഈശോയെ മുറുക്കെ പിടിക്കുന്ന നല്ല ട്രാക്കിലൂടെ ഓടുന്ന കുഞ്ഞുങ്ങളാവാം. ഇന്ന് ഞാൻ നിങ്ങളെ വേറൊരു പാട്ട് പഠിപ്പിക്കാം. ഈ പാട്ടൊക്കെ വൈകുന്നേരം സന്ധ്യാപ്രാർത്ഥനയുടെ അവസാനം വീട്ടിലുള്ള എല്ലാവരെയും പാടിക്കേൽപ്പിക്കണം. ഇന്ന് ഞങ്ങൾ പഠിച്ച പാട്ടിതാണ്. ആ രീതിയിൽ ഈ പാട്ട് ഞാൻ നിങ്ങൾക്ക് പാടിത്തരാം. നിങ്ങൾ ബുക്കിൽ എഴുതണം, പാടി പഠിക്കണം. സന്ധ്യാപ്രാർത്ഥനയുടെ സമയത്ത് സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞ് സ്തുതിയൊക്കെ കൊടുത്തതിന് ശേഷം നിങ്ങൾ എല്ലാവരെയും പാടിക്കേൽപ്പിക്കണം. ഒരു നാൾ ഞാനും യേശുവിനെപ്പോ വളരും വലുതാകും, യേശുവിനെപ്പോ വളർന്നു വലുതായി നന്മകൾ ചെയ്തിടും. ഇതിനൊരു ചെറിയ ആക്ഷനുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഒരു നാൾ ഞാനും യേശുവിനെപ്പോ വളരും വലുതാകും, യേശുവിനെപ്പോ വളർന്നു വലുതായി നന്മകൾ ചെയ്തിടും. ഇതിൻ്റെ അർത്ഥം വളരെ കൃത്യമാണ്. ഈശോയെപ്പോലെ വളർന്നു വലുതായി നന്മകൾ ചെയ്യുന്ന മക്കളായിട്ട് മാറണം. അങ്ങനെയുള്ള മക്കൾ സഭയ്ക്കും സമൂഹത്തിനും നാടിനും വീടിനും എല്ലാം മുതൽക്കൂട്ടായിരിക്കും. അങ്ങനെ വിശുദ്ധിയിൽ വളരുവാൻ, നന്മയിൽ വളരുവാൻ നമുക്ക് പരിശ്രമിക്കാം.
ഓരോ ദിനവും ഓരോ കാര്യവും ചെയ്യുമ്പോൾ ഈശോയുടെ പ്രമാണങ്ങളെക്കുറിച്ച് നമുക്കൊരു ഓർമ്മയുണ്ടാവണം. ഒരു നാൾ ഞാൻ ഈശോയെപ്പോലെ വളർന്നു വലുതായി നന്മ ചെയ്യും. നന്മ ചെയ്യുവാൻ വേണ്ടിയുള്ളതാണ് ദൈവകൽപ്പനകളുടെ കാതലായ ഉദ്ദേശം. നല്ല വ്യക്തിത്വമുള്ള, നന്മയുള്ള, വിശുദ്ധിയുള്ള മക്കളായിട്ട് നമുക്ക് വളരാം. അത് ഈശോയ്ക്ക് ഒത്തിരി ഇഷ്ടമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവകൽപ്പനകളിലൂടെ നിത്യജീവൻ്റെ മാർഗം ഞങ്ങളെ പഠിപ്പിച്ച നല്ല ദൈവമേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ പ്രമാണങ്ങൾ പാലിച്ച് ജീവിച്ചുകൊണ്ട് നിത്യജീവൻ നേടുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പ്രിയപ്പെട്ട കുട്ടികളെ, നമുക്ക് പാഠത്തിൻ്റെ അവസാനം പല കാര്യങ്ങൾ ചെയ്യുവാൻ പറഞ്ഞിട്ടുണ്ട്. ബൈബിൾ വായിക്കാൻ പറഞ്ഞിട്ടുണ്ട്, ചോദ്യങ്ങൾ ഉത്തരം കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്, 10 പ്രമാണങ്ങൾ മനഃപ്പാഠമാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് നിങ്ങൾ വീട്ടിൽ മുതിർന്ന ഒരാളെ 10 പ്രമാണങ്ങളും ക്രമം തെറ്റാതെ പറയാൻ ശ്രമിക്കണം. ഇത്രയും നേരം ശ്രവിച്ചിരുന്ന നിങ്ങൾക്കെല്ലാവർക്കും നന്ദി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.